ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നിപ്പോൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് കീരിക്കാടൻ ജോസിനെ ഒന്ന് വരയ്ക്കാമെന്ന് വിചാരിക്കുന്നതാണ് ഞാൻ. നമ്മുടെ എന്താ പറയുക, വളരെ എന്താ പറയുക, പവർഫുള്ളായിട്ടുള്ളൊരു വില്ലനായിരുന്നു ഒരു കാലഘട്ടത്തിൽ അല്ലേ. എനിക്ക് തോന്നുന്നത് എന്താ പറയുക, അത്രയും ഹൈറ്റും വെയിറ്റൊക്കെ ഉള്ളൊരു വില്ലൻ ആ ടൈമിൽ ആദ്യമായിട്ടാണ് വന്നേക്കണത്. എനിക്ക് ആ പടം കണ്ടപ്പോൾ ഞാൻ ഭയങ്കര പേടിച്ചു പോയിട്ടുണ്ട്. കാരണം അത്രയും ഹൈറ്റും ഭയങ്കര ഇതൊക്കെ ഉണ്ട്. ആ സമയം ഞാൻ ചെറിയ കുട്ടിയായിരുന്നു, കുറച്ച് ചെറിയ ആളായിരുന്നു. അപ്പോൾ എന്താ പറയുക, സ്കൂളിൽ പോകുന്ന ടൈമിൽ അപ്പം ഒന്ന് ഫാദർ കൊണ്ട് കാണിച്ചതാണ് എനിക്ക് പടത്തിന്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞിട്ട് കുറേ നേരത്തേക്ക് ഞാൻ മറ്റേ കണ്ണടച്ചിരുന്നുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട് ആ ഒരു ടൈമിൽ. പിന്നെ നല്ലൊരു പാട്ടുണ്ട് അതിൽ കേട്ടോ, അല്ലേ. ഒരു മോഹൻലാലാക്കിയ ഒരു പടമാണ് കിരീടം, അല്ലേ. നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത പുതിയൊരു വില്ലൻ. തിലകനും നല്ലതുമാണ് കേട്ടോ, അത് പറയാൻ പറ്റില്ല. എന്താ പറയുക, പുള്ളിയുടെ അഭിനയത്തെക്കുറിച്ച് ഒരിക്കലും വിലയിരുത്താൻ പറ്റില്ല. കാരണം അത്രയും ടോപ്പ് ലെവലിൽ പോയി തിലകൻ്റെ അഭിനയം. എനിക്ക് തോന്നുന്നത് അത് രണ്ട് കൈ നീട്ടി ആൾക്കാർ ആ സമയത്ത് സ്വീകരിച്ചായിരുന്നു എനിക്ക് തോന്നുന്നു പടം. പിന്നെ പുള്ളി കുറേ സിനിമയിൽ വില്ലനായിട്ടുണ്ട്. നമ്മുടെ മോഹൻ രാജ്, അല്ലേ. പുള്ളിയുടെ പേര് അടുത്താണ് ഞാൻ പേരിതാണെന്ന് അറിയുന്നത്. ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. പിന്നെ കീരിക്കാടൻ എന്നല്ലേ പറയുള്ളൂ നമ്മൾ, കീരിക്കാട് ജോസ്, അല്ലേ. പിന്നെ പക്ഷേ സെക്കൻഡ് ഹാഫിലാണ് പുള്ളി അതിൽ ശരിക്കൊരു വില്ലനല്ല, വേറെ ഒരു സംരക്ഷണയിൽ നിൽക്കുന്ന ഒരു, അല്ലേ. ആ വില്ലൻ്റെ അപ്പാടെ ഇതങ്ങ് മാറിയിട്ട് വേറൊരു ചിത്രത്തിൽ ഇതിലേക്ക് രൂപത്തിലേക്ക് വരുന്നത്. പിന്നെ ഈ പുള്ളി ചില സിനിമയിൽ എന്താ പറയുക, നായകൻ്റെ സഹനായകനൊക്കെ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കുറച്ച് സിനിമയിൽ ജഗദീഷ് നായകനായ ഒരു സിനിമയിൽ സഹനായകനായിട്ട് വരുന്ന ഒരു സിനിമയുണ്ട്. ഒരു ഷോർട്ട് ഒരു ക്യാരക്ടറുണ്ട്. പിന്നെ രണ്ടാമത് പുള്ളി മുകേഷിൻ്റെ എന്തോ ഒരു പക്ഷിശാസ്ത്രമോ അങ്ങനെ എന്തോ ഒരു സിനിമയുടെ പേരുണ്ട്. അങ്ങനെ ഒരു സിനിമ നിൽക്കുകയാണ്. അതിൽ പുള്ളി ഒരു സഹനടനായിട്ട് എന്താ പറയുക, നായകന്മാരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ക്യാരക്ടറായിട്ട് എനിക്ക് ആ പടത്തിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിൽ പപ്പുവൊക്കെ ഭയങ്കര ഇതായിരുന്നു, ഫോമുലായിരുന്നു. പിന്നെ വരയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണ പോലെ തന്നെ ഫ്രീ ഹാൻഡാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഉദ്ദേശം വെച്ച് മാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് വരക്കണേണ്. കുറച്ച് എന്താ പറയുക, നമ്മൾ ഫുള്ളായിട്ട് ഒറ്റയടിക്ക് നോക്കരുത്. നമ്മളൊരു ഭാഗം ഇപ്പോൾ ഇങ്ങനെ ഫ്രീ ഹാൻഡ് പഠിക്കുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നമ്മളിപ്പോൾ കണ്ണാണെങ്കിൽ കണ്ണ് മാത്രം നോക്കുക, എന്നിട്ട് ആ കണ്ണ് വരയ്ക്കുക. വേറെ ബോഡി പാർട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് മൊത്തത്തിൽ നമ്മുടെ ഇതാവും ആ കണ്ണിൻ്റെ കറക്റ്റ് ഇത്. പിന്നെ അത് ഏകദേശം എന്താ പറയുക, അത് ശരിയാക്കി കഴിഞ്ഞാൽ അടുത്ത വശം മീശയാണെങ്കിൽ മീശയുടെ ആ ഒരു ലെങ്ത്ത് കാര്യങ്ങളൊക്കെ അത് നോക്കിയിട്ട് അത് തന്നെ വരയ്ക്കുക. നമ്മൾ വേറെ പാർട്സ് മാച്ചിങ് അത് നോക്കരുത്. വരച്ച് കഴിഞ്ഞിട്ട് പിന്നെ എന്നിട്ട് മാച്ചിങ് നോക്കുക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ അങ്ങനെയാണ് ചെയ്യണത്. ഏകദേശം നോക്കി അത് കറക്റ്റ് അത് തന്നെ വരച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം മാറ്റി നിർത്തിയിട്ട് നോക്കുക, ഒന്ന് ഇത് സ്റ്റില്ലാക്കിയിട്ട് കുറച്ച് നോക്കിയിട്ട് ഇപ്പോൾ എവിടെയെങ്കിലും തെറ്റ് പറ്റുകയാണെങ്കിൽ മായ്ച്ചിട്ട് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഞാൻ പിന്നെ അടുത്ത് ഞാൻ ഇങ്ങനെ വിചാരിക്കണത് എന്താ പറയുക, ആറാം തമ്പുരാനിലെ ആ ഒരു മഴയത്ത് കിടന്നുള്ള ഫൈറ്റ്, അല്ലേ. മോഹൻലാലിനെ വിളിച്ചിട്ട് കൊണ്ടുവന്നിട്ട് ഫൈറ്റ്, ആ പുള്ളിയാണെന്ന് എനിക്ക് തോന്നുന്നത്. അതെ, ഞാൻ്റെ ഒരു ഓർമ്മയിലാണ് ഒരു അടുത്ത് പറയണ ഓരോ കാര്യങ്ങൾ. പിന്നെ അതുപോലെ മിമിക്സ് പരേഡ് അതിലുണ്ടെന്നാണ്, അതിൽ ഒരു വില്ലൻ വേഷമെന്ന് എനിക്ക് തോന്നുന്നു. ആ കാലഘട്ടത്തിൽ കുറേ മിക്ക പടങ്ങളിലും ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു പുള്ളിയുടെ ഒരു പ്രസൻസ്, അല്ലേ. പിന്നെ കുറച്ച് പിന്നെ പുള്ളി കോമഡിയൊക്കെ ആയിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നത്. ഹലോ എന്ന് പറഞ്ഞ സിനിമ അതിൽ കോമഡി ആയിട്ട് എനിക്ക് തോന്നുന്നത്.
ഒരു കഥാപാത്രമൊക്കെ ഉണ്ട്, ഒരു ഭീമൻ രഘുവൊക്കെ കൂടി അഭിനയിക്കുന്ന ഒരു കഥാപാത്രം. എന്തൊക്കെയായാലും പുള്ളി ഒരു എന്താ പറയുക, ഓർമ്മയിൽ എപ്പോഴും തങ്ങി നിൽക്കുന്ന ഒരു ഒരു ഓരോ കഥാപാത്രങ്ങളും പുള്ളിയുടെ അങ്ങനെ ആയിരുന്നു എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ വില്ലനായാലും ശരി, എന്താ പറയുക, കോ സൈഡ് ആർട്ടിസ്റ്റ് പോലെ നായകൻ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നിൽക്കണമെങ്കിലും കോമഡി ആയിട്ടാണെങ്കിലും എവിടേക്കോ പുള്ളിയുടെ ഒരു മുഖം നമ്മുടെ മനസ്സിൽ തങ്ങിയിപ്പുണ്ട് അല്ലേ. മിക്ക പടങ്ങൾ ചില ഞാൻ പറഞ്ഞ കുറച്ച് പഴയ പടങ്ങളുടെ കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത്. പുള്ളിയുടെ യങ് ടൈമിലൊക്കെ പുള്ളി കുറേ പടങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ പുള്ളിക്ക് ആ പേര് കിട്ടിയത് തന്നെ ആ പടത്തിൻ്റെ പേരാണ് കീരിക്കാടൻ ജോസ് അല്ലേ, ഇങ്ങനെ തോന്നി. പിന്നെ തമിഴിലൊക്കെ പുള്ളി കുറച്ച് അഭിനയിച്ചെന്ന് എനിക്ക് തോന്നുന്നു. തെലുങ്കിൽ പോയിട്ടായിരുന്നു പുള്ളിക്ക് എന്തോ ഒരു ആക്സിഡൻ്റ് ആയിട്ട് അങ്ങനെ എന്തൊക്കെയോ സംഭവം ഉണ്ടായിട്ടുണ്ട് ലാസ്റ്റ് ടൈമിൽ. പിന്നെ നമ്മൾ പുള്ളിയുടെ ഔട്ടർ ഇപ്പോൾ ഏകദേശം ഇങ്ങനെ വരച്ച് തീരാറായിട്ടുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത്, പുതിയതായിട്ട് ആരെങ്കിലുമൊക്കെ വന്ന് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിട്ടേക്കുക, പിന്നെ 2 കമൻറ്റ് കൊടുക്കുക, അവരവരുടെ അഭിപ്രായം ജസ്റ്റ് രേഖപ്പെടുത്തിയിട്ട് പോവുക. ഞാൻ പിന്നെ ഇപ്പോൾ ഇങ്ങനെ മനസ്സിൽ വയ്ക്കുന്നത്, ഒരു ലൈവ് ഡ്രോയിങ് ഇട്ടാലെന്താണെന്ന് നിങ്ങൾ വിചാരിക്കണം. ഞാനിപ്പോൾ നടന്മാരുടെ അല്ല, എനിക്ക് തോന്നുന്നത് ഏതെങ്കിലും ഒരു എന്താ പറയുക, കാർട്ടൂൺ കഥാപാത്രങ്ങളാണ് മെയിനായിട്ട് ഉദ്ദേശിച്ചേക്കണത്. അല്ല നറോട്ടയോ അങ്ങനെ ആരെങ്കിലും ഒരു നല്ലൊരു ഫൈറ്റിംഗ് ക്യാരക്ടറായിട്ടുള്ള കുറച്ച് അതൊന്ന് ലൈവായിട്ട് ഇടാമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ഒരു പ്ലാനിലാണ് നിൽക്കണത്. പിന്നെ നമ്മളെ ഫ്ലിപ്പ് ഇടാമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു. പിന്നെ വെച്ചാൽ അതിൻ്റെ കുറച്ച് ഇതെടുക്കേണ്ടി വരും, എന്താ പറയുക, അതിനുവേണ്ടി കുറച്ച് ടൈം ഇരിക്കേണ്ടി വരും. ഇപ്പോൾ അങ്ങനെ ടൈം കിട്ടണല്ലോ എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ ഫ്ലിപ്പ് ഇടാത്തതല്ലേ. ഞാൻ ഫ്ലിപ്പ് നോക്കിയിട്ട് ഫ്ലിപ്പ് ബുക്ക് പോലെ ഒരെണ്ണം ഉണ്ടാക്കാമെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്. കുറേ വരയ്ക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാലും സമയം കിട്ടുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് ഇടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം ചാനൽ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആർട്ടിൽ കൂടുതൽ കുറച്ചും കൂടി അട്രാക്റ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്താലാണ് നമ്മുടെ ചാനൽ ഇപ്പോൾ ഇതൊക്കെ ഒന്ന് ഗ്രോയിങ് ഉണ്ടാവുള്ളൂ. നേരത്തെ ആദ്യം ഞാൻ കുറേ കാർട്ടൂണൊക്കെ വരച്ചിട്ടപ്പോൾ കുറേ സബ്സ്ക്രൈബേഴ്സൊക്കെ വന്നതാണ്. ഇപ്പോൾ കാർട്ടൂൺ പടങ്ങൾ വരയ്ക്കൽ കുറവാണ്. പിന്നെ ഞാനിങ്ങനെ ഫേസിങ്ങിന് ഫോക്കസ് ചെയ്യണതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ ഞാനിങ്ങനെ വിചാരിക്കണത് ആനിമേഷൻ്റെ പുറകെ പഠനത്തിൻ്റെ പുറകെ ആയതുകൊണ്ടാണ് എന്താണെന്നറിയില്ല. പക്ഷേ സബ്സ്ക്രൈബേഴ്സ് കുറച്ച് കുറവാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ടൈമിൽ നല്ലോണം ഓടിക്കയറേണ്ടായിരുന്നു. പിന്നെ പഴയ പോലെ കാർട്ടൂൺസ് അല്ല വരയ്ക്കണം ഞാൻ. ഇപ്പോൾ ഇങ്ങനെ എൻ്റെ ഒരു ഫ്രീ ഹാൻഡ് ഇല്ലെങ്കിൽ മെത്തേഡ് ഉപയോഗിച്ചിട്ടുള്ള പോർട്രേറ്റ്സുകളല്ലേ. പിന്നെ ഇനി ഷെയ്ഡിങ്ങും വാട്ടർ കളറും അല്ലെങ്കിൽ കളറൊക്കെ ചെയ്യുമ്പോഴാണ് കുറേ കൂടി ചാനലിലൊരു കളർഫുൾ ആവുള്ളൂ അല്ലേ. ഇനി ചാനലിൻ്റെ പേര് ഡ്രോയിങ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ് മാറ്റിയിട്ട് വല്ല കളേഴ്സ് അങ്ങനെ എന്തെങ്കിലും ആക്കണം. കളർ അങ്ങനെയൊക്കെ എഴുതിയാലാണ് ഇനി അങ്ങനെ ആവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നമ്മുടെ വരയിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഏകദേശം ഒരു ഔട്ടർ ഷെയ്ഡുകളൊക്കെ വരച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്കിനി ചെയ്യാനുള്ളത് കുറച്ച് ബ്ലെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ബ്ലെൻഡ് ചെയ്ത് കഴിയുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ചെറിയ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് കണ്ണടച്ച് കളയുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം കുറച്ചൊന്ന് ടച്ച് ചെയ്യാനുണ്ട്. നമ്മൾ ഏകദേശം ഔട്ടർ ഫിനിഷ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഏകദേശം ബ്ലെൻഡിങ്ങിൻ്റെ ഇത് ശരിയായിട്ടുണ്ട്. ഒരു പഴയ കാലത്തൊരു ഗിരിക്കാടൻ ദിവസമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം വൈൻഡപ്പ് ചെയ്യാൻ സമയമായിക്കൊണ്ടിരിക്കുന്നത്. ഷെയ്ഡ് ചെയ്തേക്കാം. ഓക്കെ, ഒന്ന് നോക്കിയാൽ ഓക്കെ.
Thank you for watching, and please support my channel. എവിടെയെങ്കിലൊക്കെ ചെറിയ ചെറിയ ഒന്ന് ഡാർക്ക് ചെയ്ത് കൊടുത്തേക്കാം എന്ന് വിചാരിക്കുന്നു. ഒരു മിനിറ്റ്. ഓക്കെ. ഓക്കെ, നമുക്ക് ഇതാണ് ഏകദേശം ഫൈനൽ ഔട്ട്പുട്ട്. എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അങ്ങ് ക്ഷമിച്ച് കളയുക. ഓക്കെ, thank you very much for watching, and have a nice day.